വേളാങ്കണ്ണി വന്നിട്ട് തല മുട്ടയടിക്കുന്നതിനെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ വന്ന ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് എന്ന് പറയുന്നത് അവിടെ ഒട്ടും സേഫ് അല്ല, ഹൈജീനൽ എന്നാണ്. ഗൈസ്, അങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് നമ്മൾ ടാറ്റു അടിക്കാൻ പോവാണ്. എനിക്കറിയാം ഒട്ടും സേഫ് അല്ല, അവിടെ ഇൻഫെക്ഷനുള്ള സാധ്യത കൂടുതലാണ്, പക്ഷെ ഞങ്ങൾ അടിച്ചു. ടാറ്റു അടിക്കണമെന്ന് അത്രയ്ക്ക് മതിയായ ആഗ്രഹമാണെങ്കിൽ നാട്ടിൽ നല്ലൊരു ടാറ്റു സെൻറ്ററിൽ പോയി ടാറ്റു അടിച്ചൂടെ എന്ന് ചോദ്യം വരുമെന്ന് എനിക്കറിയാം. അതിൻ്റെ റിപ്ലൈ ആണ് ഞാൻ പറയുന്നത്. ആക്ച്വലി എനിക്ക് ടാറ്റു അടിക്കാൻ പേടിയാണ്. സൂചി കണ്ടാൽ തന്നെ 2 മുട്ടുകാലിലും വരയ്ക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് ടാറ്റു അടിക്കുന്നത്? പക്ഷേ വേളാങ്കണ്ണി വന്നിട്ട് ഇവിടുത്തെ ഈ ടാറ്റു കടകൾ നിരന്നിരുന്ന് കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം തോന്നി. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഡിസൈൻ തിരഞ്ഞെടുക്കലാണ്. നമ്മുടെ മൈൻഡിൽ നേരത്തെ ടാറ്റു അടിക്കണം എന്നുള്ള സാധനം ഇല്ലാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒന്നുമില്ലായിരുന്നു മൈൻഡിൻ്റെ അകത്ത്. പിന്നെ പെട്ടെന്ന് കണ്ടുപിടിച്ച സാധനം കൊടുത്ത് പിന്നെ നടന്നത് ചരിത്രമായിരുന്നു ഗൈസ്. ഇത്രയും വേദന സഹിച്ച് ടാറ്റു അടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ ടാറ്റു അടിച്ച് കഴിഞ്ഞിട്ട് കിട്ടിയൊരു സന്തോഷമുണ്ട്, എനിക്ക് പറഞ്ഞറിയിക്കാൻ പോയി. ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ഇനി അടുത്ത ആളുടെ അംഗം വെട്ടിലാണ്. എൻ്റെ നിലവിളി കേട്ടപ്പോൾ നല്ലോണം പേടിച്ചു. അവൾ ഓൾറെഡി എടുത്തൊരു കുഞ്ഞു ഡിസൈനാണ്. അവൾ ടാറ്റു അടിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടാറ്റു അടിച്ചപ്പോഴും സെയിം അവസ്ഥയായിരുന്നു, എനിക്ക് ഊഹിക്കാം. ഇനി വേളാങ്കണ്ണിൽ ടാറ്റു അടിക്കുന്നത് സേഫ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം റിസ്കിൽ ചെയ്യുക. കാരണം നമ്മളൊരു 5-6 കടകളിലൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് ഫൈനലി ഈ കടയിലെത്തിയത്. ഞാൻ ഇതൊരിക്കലും പേഴ്സണലി പ്രൊമോട്ട് ചെയ്തില്ല. കാര്യമായിട്ടിരുന്ന് ടാറ്റു അടിക്കുന്നെങ്കിൽ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.